സുഹൈലാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളതായ സ്റ്റൈലുള്ള ബിരിയാണി മസാല ഇട്ടാ. ആവശ്യമുള്ളവർ ഇത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടും, ആവശ്യമില്ലാത്തവരും ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി വരെ നമ്മൾ അളന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. തുലാസ് മൈനസിലിട്ടാ, അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ വെക്കുകയാണെങ്കിൽ തുടങ്ങും. ഓരോന്ന് കറക്റ്റ് അളവ് വരും. ഇതാ ഇപ്പോൾ എത്രയായി? 100 ഗ്രാം പട്ട എടുക്കാം. അതിലേക്ക് ഒരു 20 ഗ്രാം ഏലക്കായ്, 120 ഗ്രാം ആയിപ്പാ. 20 ഗ്രാം എന്ത് ചെയ്യും? ഏലക്കായിട്ടാ. 10 ഗ്രാം ജാതിപ്പത്തിരി ആയിട്ട്, അപ്പോൾ 130 ഗ്രാമായി. ഈ തക്കോലം ഒരു 20 ഗ്രാം തക്കോലം 140 ആയി. സഹജീരകം ഒരു 20 ഗ്രാം സഹജീരകം 160 സഹജീരകമായിട്ടാ. 10 ഗ്രാം 10 ഗ്രാം, അപ്പോൾ 170 ആയി. ഓക്കെ. അടുത്ത് ജാതിക്ക, 2 ജാതിക്ക, 2 ബേ ലീഫ്. ചെറിയ ജീരകം ഒരു 30 ഗ്രാം, അപ്പോൾ 210 രൂപ കേട്ടോ. 210. ഏറ്റവും കൂടുതൽ ഇടേണ്ടത് നമ്മളെന്താ വെച്ചാൽ വലിയ ജീരകം ഒരു 300 ഇടണം കേട്ടോ. 410, 415 വന്ന് 410. ഇതാണ് നമ്മളതായിട്ടുള്ള സ്റ്റൈലിലെ ബിരിയാണി മസാല. പട്ട, ഏലക്കായ്, ജാതിക്ക, ജാതിപ്പത്തിരി, തക്കോലം, സാജീരകം, വലിയ ജീരകം, ഗ്രാമ്പു, ബേ ലീഫ്. ഇവിടെ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ കാണിച്ചു കേട്ടോ. ഓക്കെ. ആ പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഗ്രാമ്പ് ടോട്ടൽ ഉണ്ട് നോക്കട്ടോ. ഓക്കെ. അങ്ങനെ നമ്മളെ ബിരിയാണി മസാല ഇവിടെ ഫുള്ള് സെറ്റായിട്ടാണ്. ഫുള്ള് സെറ്റായി, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ച് നോക്കഞ്ഞാൽ എത്ര വെയിറ്റ് ഉണ്ട്. നമ്മൾ 410 നമ്മൾ എടുത്തതിന് ഒരു മാക്സിമം 400 നമുക്ക് കിട്ടണം. പൊടിച്ചുമ്പോൾ വെയിറ്റ് കുറയിട്ടോ. നോക്കാം. 390, അപ്പോൾ ഒരു 400 ഗ്രാം കൂട്ടിക്കോളി. 400 ഗ്രാം. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണി മസാല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.